നിങ്ങളെ പേര്? എൻ്റെ പേര് മാനു. മാനു. സ്ഥലം കറക്റ്റ്? ഇവിടെ ക്ലാരിമുച്ചിക്ക് തന്നെ. ക്ലാരിമുച്ചിക്ക് തന്നെ. പിന്നെ എത്ര വർഷമായി ഈ മേഖല? ഞാൻ ഏകദേശം 10 വർഷമായി. മകളെ റാഹത്തല്ലേ, വണ്ടി എടുക്കാൻ വേണ്ടി വന്നല്ലോ കേട്ടോ. അത് കാണുമ്പോൾ ഞാൻ വിചാരിക്കണ്ട സംഭവം സത്യത്തിലേ ചെറിയ വളരെ ചുരുങ്ങിയൊരു സ്പേസിലിതാ ഒരു വാഹനത്തിൻ്റെ സെയിൽസ് കൊള്ളിക്കുന്ന ഒരു സിറ്റുവേഷന്. ഞാൻ സത്യം പറഞ്ഞാൽ ഒരുപാട് കാലങ്ങൾക്ക് മുന്നേ ഈ സ്ഥലം എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നു ഇങ്ങനെ ചിന്തിച്ചിരുന്നു. അതായത് ശരിക്കും പറഞ്ഞാൽ ചെറിയൊരു സമൂസ പോലെ കിടന്നിരുന്ന ഒരു സൈറ്റാണിത്. അപ്പോൾ ഇവിടെ വണ്ടികളിങ്ങനെ, അപ്പോൾ ഇത് നിർമ്മാണം തുടങ്ങിയപ്പോൾ ഞാൻ വിചാരിച്ചു എന്തിനായിരിക്കും ഇത് എന്നിന്. പിന്നെ ഇതിൻ്റെ പില്ലർ കാര്യങ്ങളൊക്കെ ഡിസൈൻ കണ്ടപ്പോൾ ഞാൻ വേറെ എന്തെങ്കിലും ആർക്കിടെക്റ്റ് എന്തെങ്കിലും ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. പക്ഷെ ഇത് വാഹനത്തിൻ്റെ സെയിൽസ് ആട്ടോ ഇവിടെ. ഇൻഷാല്ലാ ഇതിൻ്റെ ഓണർ ഇവിടെ ഉണ്ട് കേട്ടോ. നിങ്ങളെ പേര്? എൻ്റെ പേര് മാനു. മാനു. സ്ഥലം കറക്റ്റ്? ഇവിടെ ക്ലാരിമുച്ചിക്ക് തന്നെ. ക്ലാരിമുച്ചിക്ക് തന്നെ. പിന്നെ എത്ര വർഷമായി ഈ മേഖല? ഞാൻ ഏകദേശം 10 വർഷമായി. 10 വർഷമായി. 10 വർഷത്തിൻ്റെ മീതായി ഈ മേഖല. ഈ ചുരുങ്ങിയ ഈ ഭൂമി നിങ്ങൾ തന്നെയാണോ? നമ്മുടെ റോട്ടിൽ സ്വന്തം പ്രോപ്പർട്ടി. സത്യത്തിൽ ഇത് വളരെ അത്ഭുതമുണ്ട്. ഞാൻ പലപ്പോഴും ശ്രദ്ധിക്കും ഈ ഭൂമിയിൽ എന്ത് ചെയ്യാൻ കഴിയും ഈ ഏരിയയിൽ. അത്ര ചെറിയ സ്പേസിൽ ഒരു ആശങ്കയായിരുന്നു. കാരണം ഇങ്ങനെ സ്പേസ് ഇത്ര കുറഞ്ഞ് നീളത്തിൽ കിടക്കണത് എന്ത് ചെയ്യും. കാരണം അത് സെറ്റ് ബാക്ക് കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഒന്നും ചെയ്യാൻ കഴിയാത്തൊരു ഏരിയയാണ്. അപ്പൊ ഇല്ല, ഏകദേശം റോഡ് 11 മീറ്റർ വീതി ഉണ്ട്. വീതി ഉണ്ട്, പക്ഷെ എന്താണ് പെട്ടെന്ന് കാണുമ്പോ പെർഫെക്റ്റ് ആയി സംഭവം. അങ്ങനെ മണ്ണൊക്കെ ഫില്ല് ചെയ്ത് റാഹത്തായി. അപ്പൊ ഇൻഷാല്ലാ ഞങ്ങൾ എന്ത് ചെയ്യാം, ഓരോരോ കാര്യങ്ങളൊക്കെ ചോദിച്ചു. പാർക്ക് ആൻഡ് സെയിലാണ് നിങ്ങൾ? ഡയറക്റ്റ് സെയിൽ? പാർക്ക് ആൻഡ് സെയിൽ ഉണ്ട്, ഡയറക്റ്റ് സെയിൽ ഉണ്ട്. വണ്ടി നല്ല പക്ക വൃത്തിയാട്ടാ. നമ്മൾ ക്വാളിറ്റി ഉള്ള വണ്ടി മാത്രമേ നമ്മള് ചെയ്യുള്ളൂ. എൻ്റെ പേര് വിജയ്. പിന്നെ ഇവിടെ പുതിയതായിട്ട് സ്ഥാപനം തുടങ്ങിയാണ്. എത്ര വർഷം ഉണ്ടായിരുന്നു, ഇങ്ങോട്ട് മാറ്റിയതാണല്ലേ? അപ്പോൾ സ്വിഫ്റ്റ് ഏതൊക്കെ വണ്ടികളിലെ? സ്വിഫ്റ്റ്, പോളോ, എല്ലാ വണ്ടികളും ഒരുവിധം എല്ലാ വണ്ടികളും. വേറെ സ്ഥാപനം ഉണ്ടോ? പുത്തനത്താണി ഉണ്ടായിരുന്നു, ഇപ്പോൾ അവിടുന്ന് നേരെ ഷിഫ്റ്റ് ചെയ്താണ്. ഇതൊക്കെ പാർക്ക് ആൻഡ് സെയിലാണോ അതോ? പാർക്ക് ആൻഡ് സെയിൽ ഉണ്ട്, നമ്മുടെ വണ്ടികളുണ്ട്. നമ്മുടെ വണ്ടികളുണ്ട്. ഇത് സ്വിഫ്റ്റ് അല്ലേ? 2017 സ്വിഫ്റ്റ്. അപ്പോൾ അതായത് പാർക്ക് ആൻഡ് സെയിൽ ഉണ്ടാവും, പിന്നെ നിങ്ങൾ ഡയറക്റ്റ് വിൽപ്പനയുള്ള വണ്ടി ഉണ്ടാവും അല്ലേ? അപ്പോൾ ഓക്കെ ഇൻഷാല്ലാ. ഇത് പറഞ്ഞോളൂ. ഇതിൻ്റെ മോഡൽ 2017 78,000 കിലോമീറ്റർ, സെക്കൻഡ് RC VDI ആണ് അല്ലേ? ഇൻഷാല്ലാ 2017 മോഡൽ അല്ലേ? അത്യാവശ്യം നല്ല സെറ്റപ്പ് വൃത്തിയുണ്ട്. പാർട്ട് ഉണ്ട്. ഇത് വണ്ടി 2019-20 രജിസ്റ്റർ GT TSI ആണ്. TSI 1.2 TSI DST ഗിയർ ബോക്സ് ഉള്ള വണ്ടിയാണ്. 7 ഗിയർ സിസ്റ്റം ആണ്. ഇത് ആകെ 48,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. സെക്കൻഡ് RC ആണ്. അണ്ടർ വാറണ്ടിയിലുള്ള വണ്ടിയാണ്. ഫോക്സ്വാഗൺ അണ്ടർ വാറണ്ടിയിൽ അടുത്ത വർഷം മാർച്ച് വരെ അണ്ടർ വാറണ്ടി ഉള്ള വണ്ടിയാണ്. ഇത് സ്പാർക്ക് ആൻഡ് സെയിലാ? ഇത് പാർക്ക് ആൻഡ് സെയിലാണ്. സ്വിഫ്റ്റ് തന്നെ. സ്വിഫ്റ്റ് ഡിസയർ 2013 VDI. ഇത് 1,00,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഫുള്ള് കമ്പനി സർവീസാണ്. വേറെ റീപ്ലേസ്മെന്റോ മേജർ ആക്സിഡന്റോ അങ്ങനത്തെ സംഭവങ്ങളൊന്നുമില്ല. പക്കാ ഡീസൽ വണ്ടിയാണ്. ഇത് 2015 റാപ്പിഡ് 1.5 ഓട്ടോമാറ്റിക് ആണ്. ഓട്ടോമാറ്റിക് സിംഗിൾ RC 65,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. DST ഗിയർ ബോക്സ് വരുന്നത്, അതായത് 7 ഗിയർ സിസ്റ്റം. റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. സർവീസുള്ള വണ്ടി 65,000 കിലോമീറ്റർ ഓടിക്കും. മോഡൽ എത്ര പറഞ്ഞേ? 2015 റാപ്പിഡ്. ഇത് 2016 നിസാൻ മൈക്ര XV ആണ്. ഫുൾ ഓപ്ഷൻ, അതായത് പുഷ് ബട്ടൺ സ്റ്റാർട്ട്, ഓട്ടോമാറ്റിക് എയർ കണ്ടീഷണർ ഒക്കെ വരുന്ന വണ്ടിയാണ്. ഇത് ഓട്ടോമാറ്റിക് ആണ്, CVT ആണ്. കിലോമീറ്റർ 41,000 കിലോമീറ്റർ. സിംഗിൾ RC. ഇതും ഇതേപോലെ കമ്പനി ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടിയാണ്. വേറെ റീപ്ലേസ്മെന്റോ കാര്യങ്ങളൊക്കെ ഇല്ല. ഇത് 2013 നിസാൻ തറാനോയാണ്. 1 ടൺ ആണ് വരുന്നത്. 70,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. വേറെ ആക്സിഡന്റ് ഹിസ്റ്ററിയോ റീപ്ലേസ്മെന്റോ കാര്യങ്ങളോ ഒന്നും ഇല്ല. 70,000 കിലോമീറ്റർ. വണ്ടികളിൽ രാജാവ് ഇട്ടാ പുതിയ ഓപ്ഷൻ വണ്ടിയാണ് ഇതിലാ? ചേഞ്ചിങ് ഓപ്ഷൻ ചേഞ്ചാ?
ഇല്ല, ഇത് 2020 രജിസ്റ്റർ വണ്ടിയാണ്. രജിസ്റ്റർ വണ്ടി ഒറിജിനൽ കേരള വണ്ടി. ആകെ ഇത് 30,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. സിംഗിൾ RC ആണ്. ഓട്ടോമാറ്റിക് 2 വീൽ ഡ്രൈവ് ആണ് വണ്ടി. 2 വീൽ ഡ്രൈവ് ആണല്ലേ. 35 കിലോമീറ്റർ എത്ര ഓടിക്കണ? ഇത് 30,000. 30,000. 2019 20 രജിസ്റ്റർ വണ്ടിയാണ്. 20 രജിസ്റ്റർ. CLA 200 ആണ്. ഇത് 40,000 കിലോമീറ്റർ ഓടിച്ചോളൂ. സിംഗിൾ RC വണ്ടിയാണ്. ഫിനിഷ് വണ്ടി പക്ക വണ്ടി. എന്തെങ്കിലും ഇത് റീപ്ലേസ്മെന്റ് കാര്യങ്ങളോ ഒന്നുമില്ല. ഷോറൂം കണ്ടീഷൻ വണ്ടിയാണ്. സത്യം ഷോറൂം കണ്ടീഷൻ വണ്ടി കേട്ടോ അത്. അപ്പോൾ മറ്റുള്ള വണ്ടികളുടെ ഡീറ്റെയിൽ നിങ്ങൾ ആരെങ്കിലും വിളിക്കണമെങ്കിൽ ഒന്ന് കൊടുക്കേണ്ടി. നമ്മളെ പഴയകാല വാഹനമുണ്ട് ഇവിടെ. ഏത് അൾട്ട മുതലും കൊണ്ട് എല്ലാ വാഹനങ്ങളും എന്ത് ചെയ്തിട്ടുണ്ട്, സെറ്റ് ചെയ്തിട്ടുണ്ട്.